ഹലോ നമസ്കാരം, വെൽക്കം ടു ബിഗ് ബി ടൈംസ്. ഇന്ന് നമുക്ക് ഒരു വഴുതിന മെഴുക്ക് പുരട്ടിയത് ഉണ്ടാക്കിയാലോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് വഴുതിന, ഒരു തക്കാളി, സവോള, ഒരു വെളുത്തുള്ളി, 4-5 പച്ചമുളക്. ഇത് വഴുതിന തന്നെയാണ് കേട്ടോ, അല്ലാതെ എഗ് പ്ലാന്റ് അല്ല. ഈ വഴുതിന വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസും ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അത് നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകും വറ്റൽമുളകും കൂടി ചേർത്ത് വറവ് തയ്യാറാക്കുക. പിന്നീട് അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച സവോള ചേർത്ത് നല്ല രീതിയിൽ അത് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചത് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി ചേർക്കുക. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 800 ഗ്രാം വഴുതിനാണ് കേട്ടോ. ഈ വഴുതിന നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്ത് ഉപയോഗിച്ച് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കൃഷി ചെയ്തിരിക്കുന്ന വഴുതിനയാണ്. അതിൻ്റെ കാറ്റഗറി ഏതാണെന്ന് എനിക്കറിയില്ല. കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർക്കുക. തക്കാളി നല്ല രീതിയിൽ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. തക്കാളി നിർബന്ധമല്ല കേട്ടോ. തക്കാളി ആവശ്യമുള്ള ആളുകൾ മാത്രം തക്കാളി ഉപയോഗിച്ചാൽ മതി. മെഴുക്ക് പുരട്ടിക്ക് തക്കാളി നിർബന്ധമുള്ള സംഗതിയല്ല. പിന്നീട് അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചേർക്കുക. വീണ്ടും ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന വഴുതിന ചേർത്ത് ഇളക്കുക, നല്ല രീതിയിൽ ഇളക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കേണ്ടതാണ്. അത് ഉപ്പ് ഓരോരുത്തരുടെ ഒരു കണക്കിനനുസരിച്ച് ചേർത്താൽ മതി. അധികം വാരിയിടണ്ട, ഉപ്പ് കൂടിപ്പോകും. ഉപ്പ് ചേർത്തതിന് ശേഷം മെഴുക്ക് പുരട്ടി നമുക്ക് പിന്നീട് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ഇത് നല്ല രീതിയിൽ ഇളക്കി നമ്മളൊന്ന് അടച്ചു വെക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഫ്ലെയിം കുറച്ച് ലൈറ്റ് ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുക. ശേഷം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.